എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലക്ഷ്മി എസ് മേനോൻ. ഓൺലൈൻ ക്ലാസിക്കൽ ഡാൻസ് ട്യൂട്ടോറിയലിൻ്റെ 32ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തത്-ധി താം അടവുകളാണ്. നമ്മുടെ അടവുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് അത് പഠിപ്പിച്ചു തരാം. എല്ലാ അടവുകളും എല്ലാവരും എല്ലാ ദിവസവും കൃത്യമായി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ശരിക്കും നമ്മൾ ഒരു വർഷം കൊണ്ടാണ് ഇത്രയും അടവുകൾ പഠിച്ചു തീർക്കേണ്ടത്. അത്രയും അടവ് ചവിട്ടി നമ്മുടെ ബോഡി അതിന് ഫിറ്റാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. തത്-ധി താം അടവുകൾ നമുക്ക് പഠിക്കാം. 2 തത്-ധി താം അടവുകളാണ് ഉള്ളത്. നമുക്ക് ആദ്യത്തെ തത്-ധി താം അടവിൻ്റെ കാല് ഒന്ന് നോക്കാം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ അരമണ്ഡലത്തിൽ നിൽക്കുക. ത-ധി താം തക്ക-ധി തൈ ത-ധി താം തക്ക-ധി തൈ. ആദ്യത്തെ തത്-ധി താം അടവിൻ്റെ കൈ നമുക്ക് നോക്കാം. ഇരു കൈകളിലും അലപത്മം മുദ്ര പിടിക്കുക. ത എന്ന് കാല് കുതിക്കുന്ന സമയത്ത് അലപത്മ മുദ്രയിൽ നിന്നും കടകാമുഖ മുദ്രയിലേക്ക് ആവുക. ധി താം നാട്യാരംഭ നിലയിലേക്ക് കൈകൾ വരിക. തക്ക-ധി തൈ ത-ധി താം തക്ക-ധി തൈ. ഇനി നമുക്ക് ആദ്യത്തെ തത്-ധി താം അടവിൻ്റെ കൈയും കാലും ഒന്നിച്ച് നോക്കാം. ത-ധി താം തക്ക-ധി തൈ 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 ത-ധി താം തക്ക-ധി തൈ. രണ്ടാമത്തെ തത്-ധി താം അടവുകളുടെ കാല് നമുക്കൊന്ന് നോക്കാം. ആദ്യം അരമണ്ഡലത്തിൽ നിൽക്കുക. അതിനുശേഷം പതുക്കെ ഇടത്ത് വശത്തേക്ക് കോർണറിലേക്ക് ചരിയുക. തത്-ധി താം തക്ക-ധി തൈ. അതിനുശേഷം വലത്തോട്ട് കോർണറിലേക്ക് ത-ധി താം തക്ക-ധി തൈ ത-ധി താം തക്ക-ധി തൈ ത-ധി താം തക്ക-ധി തൈ. രണ്ടാമത്തെ തത്-ധി താം അടവുകളുടെ കൈ നമുക്കൊന്ന് നോക്കാം. സൈഡിലേക്ക് ചരിയുമ്പോൾ ത-ധി താം, സൈഡിലേക്ക് ചരിയുമ്പോൾ ത-ധി താം. കടകാമുഖ മുദ്ര കമഴ്ത്തി പിടിക്കുക. തിരിച്ചു വരുമ്പോൾ തക്ക-ധി തൈ ക്രോസ് ചെയ്ത് പിടിക്കുക. ത-ധി താം തക്ക-ധി തൈ ത-ധി താം തക്ക-ധി തൈ ത-ധി താം തക്ക-ധി തൈ. രണ്ടാമത്തെ തത്-ധി താം അടവുകളുടെ കൈയും കാലും ഒന്നിച്ച് നോക്കാം. ത-ധി താം തക്ക-ധി തൈ ത-ധി താം തക്ക-ധി തൈ ത-ധി താം തക്ക-ധി തൈ ത-ധി താം
Ta-Dhi Tam Ta-Dhi Ta-Dhi Tam Ta-Dhi Ta-Dhi Tam Ta-Dhi Ta-Dhi Tam Ta-Dhi തദ്ധിത്താം അടവുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നന്ദി.